അടി ഇൻസ്റ്റഗ്രാം വന്നതിന് ശേഷം എന്തെല്ലാം അല്ലേ മാറിയേ? എന്തെല്ലാം മാറിയേ? നമ്മള് പണ്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോ എന്നാ പറയാ പോയിട്ട് സ്ഥലമെല്ലാം കണ്ടിട്ട് അടിപൊളിയാക്കിട്ട് വരാന്ന്. ഇപ്പൊ എന്നാ പറയാ ഇത് കൊറേ നേരായല്ലോ, എന്നാ പറയാ ഇൻസ്റ്റയിൽ സ്റ്റോറിക്കുള്ളതാക്കിയിട്ട് വരാന്ന്. എടാ അത് പറഞ്ഞ പോലെ ശരിയാണല്ലേ. അതുപോലെ തന്നെ പണ്ട് നമ്മള് തിയേറ്ററിൽ പോയ പേര് വരുമ്പോ കൈയടിക്കല് വിസിലടിക്കല്, ഇപ്പൊ എല്ലാരും ഫോണ് പിടിച്ച് നിക്കലാന്ന്. അത് മാത്ര പണ്ടെല്ലാം തെയ്യം കാണാൻ പോയാലോ അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ട് ഇരിക്കലേനു. ഇപ്പൊ അമ്മാവന്മാര് വരെ ഫോണും പിടിച്ച് നിക്കലാ. എവിടെയാ അമ്മ സ്റ്റോറി ഇടുന്നു? ഫേസ്ബുക്കിലായിരിക്കും. പിന്നെ ഒരു വലിയ സീനെന്നാന്നറിയാം എനിക്കിപ്പോ ഒരു സിനിമ ഒറ്റയിരിപ്പ് കാണാൻ പറ്റുന്നില്ല. എന്താ പറ്റിയേ? കുറച്ച് സമയം സിനിമ കാണും, കുറച്ച് സമയം റീൽസ് കാണാൻ പോകും. സിനിമ കാണും, റീൽസ് കാണും. അതുള്ളയാണ് കേട്ടാ. ഞാനും അങ്ങനത്തെ ലാസ്റ്റ് ഫ്ലൈറ്റ് മോഡിൽ ഇടേണ്ട അവസ്ഥയായിപ്പോ. എന്റെ മോനെ സത്യം കേട്ടാ, ഇന്നലെ ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാൻ ഗൂഗിൾ പേ എടുത്തതാ. നേരെ ഇൻസ്റ്റാഗ്രാം പോയി റീൽ കണ്ട്. എന്താ അവസ്ഥ? നീ നമ്മളെ കൂട്ടാണ്ട് ഫുഡ് കഴിക്കാൻ പോയിന്? അതാണ് ഇപ്പൊ എടുത്ത വിഷയത്തൊന്നും തന്നെ മാറില്ല. നീ ഇൻസ്റ്റാഗ്രാമെല്ലാം നിർത്തണം. നമുക്ക് സംഭവം നിന്റെ റീചാർജ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് റീചാർജ് ചെയ്യാൻ പൈസയും തരുന്നില്ല. നമ്മൾ സ്റ്റോറി ഇട്ടോളൂ, നീ ഇടണ്ട. അമ്മാവനാവല്ലോ സുഹൃത്തേ.